തുടർന്നാണ് ഇവർ ആളുകളെ വിളിച്ചു കൂട്ടുകയും ഒടുവിൽ പോലീസ് എത്തി ഇത് ചവിട്ടിപ്പൊളിക്കുകയും ചെയ്തത്. ചവിട്ടിപ്പൊളിച്ചപ്പോഴാണ് യുവതി തൂങ്ങി നിൽക്കുന്ന ദൃശ്യം കാണുകയും ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ കുടുംബം ആരോപിക്കുന്നതാണെങ്കിൽ ഈ യുവതി മരിച്ച സമയത്ത് ആരും തന്നെ ആ വീട്ടിലുണ്ടായിരുന്നില്ല. മറ്റ് വിദ്യാർത്ഥിനികൾ ആരും തന്നെ ആ വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അത് പ്രകാരമാണെങ്കിൽ ഇയാൾ പുറത്തു നിന്നും അവിടെ എത്തി പെൺകുട്ടിയെ ഈ യുവതിയെ കൊലപ്പെടുത്തി കെട്ടിത്തൂക്കിയെന്നാണ് ഇവരുടെ കുടുംബം ബന്ധുക്കളൊക്കെ തന്നെ ആരോപിച്ച് വരുന്നത്. പക്ഷേ പോസ്റ്റ്മോർട്ടം പ്രകാരം റിപ്പോർട്ട് പ്രകാരം ഇത് ആത്മഹത്യയാണെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. എന്തുകൊണ്ടെന്നാൽ പുറത്തു നിന്ന് ആരും വന്നതായിട്ട് പോലീസിന് അവിടെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അകത്ത് നിന്ന് ഈ റൂം ലോക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും വെറുതെ ഒരു യുവതി തൂങ്ങി മരിക്കില്ലല്ലോ, വെറുതെ ഒരാൾ രാവിലെ എണീറ്റ് തൂങ്ങി മരിക്കാൻ നിൽക്കില്ലല്ലോ. അപ്പോൾ തനിക്കുണ്ടായിരിക്കുന്ന സമ്മർദ്ദം ഇവരുടെ 6 പേരുടെയും മൊഴി പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നു. 6 പേരുടെ മൊഴി എടുത്തപ്പോഴാണ് പോലീസിന് അതുവരെ ഒരു വ്യക്തത കിട്ടിയിരുന്നില്ല. ഇങ്ങനെ ഒരു യുവാവുമായി ഈ യുവതിക്ക് ബന്ധമുണ്ട് എന്നൊരു കാര്യം പോലീസ് അറിഞ്ഞിരുന്നില്ല. പക്ഷേ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ പറയുന്ന അൽഫാന്റെ ഇതിലെ പങ്കിനെ കുറിച്ച് യുവതികൾ പറയുന്നത്. അതിൽ ഒരു യുവതി കൃത്യമായി മൊഴി നൽകി അൽഫാൻ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ മൗസയുടെ ഫോൺ ഇപ്പോൾ വീണ്ടെടുത്തിട്ടുണ്ട്. മൗസയുടെ ഫോണിൽ ഈ അൽഫാൻ മാതാവുമായി സംസാരിക്കുന്ന വോയിസ് റെക്കോർഡും അതുപോലെ തന്നെ ഈ മൗസയെ ഭീഷണിപ്പെടുത്തുന്ന മെസ്സേജുകളും മൗസയുടെ ഫോണിലുണ്ട്. മൗസയുടെ ഫോൺ ഇയാൾ പിടിച്ചെടുത്ത് കൊണ്ടുപോയായിരുന്നു. ഇയാളിൽ നിന്ന് തന്നെ ഫോൺ പോലീസ് റിക്കവർ ചെയ്തിട്ടുണ്ട്.